Hi students, welcome back. Today I am discussing certain points regarding gravitation. Our first point, gravitational field. Okay, first point, gravitational field. Gravitational field. And second point, gravitational potential. Gravitational potential. Okay, potential and potential energy. Potential and potential energy. Okay, these are the 2 points which we discussed today. Our first topic, gravitational field. Gravitational field is the space around the earth where its effect is felt. Okay. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ എർത്ത് കൺസിഡർ ചെയ്യാണ്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ഈ എർത്തിന് ചുറ്റും എന്തുണ്ട്? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ ആ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ആണ് ഈ എർത്തിന് ചുറ്റും ഉള്ളത്. ഓക്കെ, ആ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്പേസ് അറൌണ്ട് ദ എർത്ത് വേർ ഇറ്റ്സ് എഫക്ട് ഈസ് ഫെൽറ്റ്. ഓക്കെ, എർത്തിന് ചുറ്റും അതിന്റെ എഫക്റ്റ് ഉള്ള ഈ ഒരു റീജിയനെ മൊത്തം നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡില് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കിനി ഒരു ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഫീൽഡില് ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റില് യൂണിറ്റ് മാസിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ബൈ പ്ലേസിംഗ് എ യൂണിറ്റ് മാസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, intensity of gravitational field at any point in the gravitational field can be find out by placing a unit mass at that point. ഈ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ പോയിന്റിൽ എന്ത് ചെയ്യുക? ഒരു യൂണിറ്റ് മാസ് പ്ലേസ് ചെയ്യാം. ഇനി ഇവിടത്തെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ പോയിന്റിൽ എന്ത് ചെയ്യുക? ഒരു യൂണിറ്റ് മാസിനെ പ്ലേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏത് പോയിന്റിൽ ഇന്റൻസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു യൂണിറ്റ് മാസിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് then the force between this unit mass and the earth, or we can say the force exerted by earth on this unit mass. Okay, earth ആ യൂണിറ്റ് മാസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, ആ ഫോഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ തരുന്നത്. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എനി പോയിന്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ placing a unit mass at that point. Then force experienced on the unit mass by the earth gives intensity of gravitational field at that point. Okay, unit mass la earth കൊടുക്കുന്ന ആ ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്റൻസിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. G ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ. ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ സ്മോൾ എം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഏതാണ്? റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. സ്മോൾ എം എന്ന് പറയുന്നത് എന്തൊരു ബോഡി, എർത്തിന്റെ സർഫസിലുള്ളത് ഏത് ബോഡിയാണോ ആ ബോഡിയുടെ മാസ് ആണ്. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് മാസ് ആണ്. യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ m is equal to എത്രയാണ്? 1 ആണ്. Then F is equal to നമുക്ക് എന്തെന്ന് എഴുതാം? G into capital M divided by capital M into 1 ഇത് divided by R square എന്ന് എഴുതാം. ഓക്കെ, ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്റൻസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് I is equal to Gm divided by R square. Okay. And this intensity of gravitational field, it's a vector quantity. Okay, ഇതൊരു vector quantity ആണ്. And its value decreases as the distance increases. Okay, small r എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്ററിലാണ്. r ന്റെ വാല്യൂ, സ്മോൾ r ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്
സ്മോൾ ആറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്റൻസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇന്റൻസിറ്റി I is equal to gm divided by r square ആണ്. ഓക്കെ, ഇനി ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നത്, ഇവിടെ നമുക്ക് ഫോഴ്സ് അറിയാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു gmm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ് അല്ലെ. അവിടെ നിന്ന് gm ബൈ r സ്ക്വയർ എന്ന് പറയുന്നത് എന്താക്കി എടുക്കുക? gm ബൈ r സ്ക്വയർ ആണല്ലോ ഇന്റൻസിറ്റി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? f ഡിവൈഡഡ് ബൈ m അല്ലെ. f ഡിവൈഡഡ് ബൈ m ദാറ്റ് ഈസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പൊ യൂണിറ്റ് എഴുതാൻ എളുപ്പമാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പൊ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ kg. ഓക്കെ, ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി ഈസ് ന്യൂട്ടൺ ബൈ kg ഓർ ന്യൂട്ടൺ പെർ കിലോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് പഠിച്ചു. അത് എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചു. എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണ്? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് ഈ യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആണെങ്കിൽ, when this body is on the surface of the earth, okay, യൂണിറ്റ് മാസ് ഉള്ള ആ ബോഡി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇന്റൻസിറ്റി I is equal to gm ഡിവൈഡഡ് ബൈ സ്മോൾ ആറിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ യൂണിറ്റ് മാസ് ഉള്ള ബോഡി എവിടെ ഇരിക്കുന്നത്? ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആണ് അല്ലെ. അപ്പോ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കാം, ക്യാപിറ്റൽ ആർ സ്ക്വയറിന് എടുക്കാം. അപ്പോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? gm ബൈ ആർ സ്ക്വയർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. gm ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിനും ഈക്വലന്റ് ആയിട്ടാണ് വരുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് വരിക. അപ്പൊ ഇന്റൻസിറ്റി I is equal to gm by r square for ഏത് ബോഡിയാണ്? when the body is placed on the, അല്ലെങ്കിൽ when the unit mass is placed on the surface of the earth. എർത്തിന്റെ സർഫസിലാണ് പ്ലേസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇന്റൻസിറ്റി I is equal to gm by r square എന്ന് പറയാം. At that condition, intensity of gravitational field which is equal to acceleration due to gravity. Acceleration due to gravity ke equivalent ആണ് എന്ന് നമുക്ക് പറയാം. Second point, gravitational potential. Gravitational potential is the work done to bring a unit mass from infinity to a given point in the gravitational field. Okay. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്. ടു ബ്രിങ്, ആരെ ബ്രിങ് ചെയ്യണം? യൂണിറ്റ് മാസിനെ ബ്രിങ് ചെയ്യണം. എവിടെന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് മാസിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡണിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് from infinity to a point in the gravitational field. Okay. അതിനു വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം സെന്ററിൽ നിന്ന് P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, ഈ P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? സ്മോൾ ആർ ആയിട്ട് എടുക്കാം. ഓക്കെ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ആണ്. then capital R plus h, ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്മോൾ ആർ എന്ന് വിളിക്കാം. capital R plus h is equal to small r. ഓക്കെ, അപ്പൊ P എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ്. ആ പോയിന്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? യൂണിറ്റ് മാസിനെ കൊണ്ടുവരേണ്ടത്. എവിടെ നിന്ന് കൊണ്ടുവരണം? ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ എവിടെയോ ഒരു ഇൻഫിനിറ്റി ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഇവിടെ നമുക്ക് യൂണിറ്റ് മാസിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ആ യൂണിറ്റ് മാസിനെ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോ വർക്ക് ചെയ്ത് നമുക്ക് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ വർക്ക് ഡണ്ണെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ഇവിടെ വരുമ്പോ വർക്ക് ഡൺ W is equal to നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ,
വർക്ക് ഡൺ W is equal to എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് ഒറ്റയടിക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആ ബോഡിയെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ചെറിയ ചെറിയ വർക്ക് ഡൺ പതുക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ പാത്ത് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് P, അല്ലെ? ഇൻഫിനിറ്റിയിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ആ എൻറ്റയർ ലെങ്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്, അല്ലെ? ഡിവൈഡ് ചെയ്തു വിത്ത് സ്മോൾ സെക്ഷൻസ് and each of length is equal to dr. ഓക്കെ, ഓരോന്നിന്റെയും ലെങ്ത്, ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഓരോന്നിന്റെയും ലെങ്ത് dr ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പതുക്കെയാണ് കൊണ്ടുവരുന്നത്. dr ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ബ്രിങ് ചെയ്ത് എന്ത് ചെയ്യാ? P എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ ആ dr ഡിസ്റ്റൻസ് യൂണിറ്റ് മാസിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്മോൾ വർക്ക് ഡൺ ആണ്. ആ സ്മോൾ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ വർക്ക് ഡൺ dw is equal to F into സ്മോൾ ഡിസ്റ്റൻസ് dr. സ്മോൾ ഡിസ്റ്റൻസ് dr എന്ന് പറയുന്ന ആ ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ചെറിയ വർക്ക് ഡൺ, that is equal to dw is equal to F dr. ഓക്കെ, ഇനി നമുക്ക് എഴുതേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം ഇക്വേഷനെ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ ഓഫ് dw, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യാം? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്ന് P വരെയുള്ള ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് F dr. ഓക്കെ, എവിടെ നിന്ന് ആണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് എവിടെ വരെ? നമുക്ക് P എന്ന് പറയുന്ന പോയിന്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ r ഫ്രം ദ സെന്റർ. അപ്പോ ഇൻഫിനിറ്റിയിൽ നിന്ന് സ്മോൾ r വരെയാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇന്റഗ്രേഷന്റെ ലിമിറ്റും അപ്ലൈ ചെയ്തു. Integral of dw, that's equal to w, total work done w, which is equal to integral of infinity to small r into F. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ആണ്, ആർക്കിടയിലുള്ള ഫോഴ്സ്, എർത്തിനും ആ യൂണിറ്റ് മാസിനും ഇടയിലുള്ള ഫോഴ്സ് ആണ്. ആ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എടുക്കാം? G into, അല്ലെ? G into ക്യാപിറ്റൽ M into സ്മോൾ m. സ്മോൾ m എന്ന് പറയുന്നത് യൂണിറ്റി ആയതുകൊണ്ട് 1 ആണ്, ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഇൻറ്റു dr. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു Gmm ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ്. ഇവിടെ ആ സ്മോൾ m എന്ന് പറയുന്നത് എന്തായിട്ട് വരും? യൂണിറ്റി ആണ്, യൂണിറ്റ് മാസിനെയാണ് ബ്രിങ് ചെയ്യേണ്ടത്. അപ്പോ ഇൻറ്റു സ്മോൾ m is equal to 1. അപ്പോ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഇൻറ്റു dr എന്ന് നമ്മൾ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ ക്യാപിറ്റൽ M, മാസ് ഓഫ് ദ എർത്ത്, ഇത് രണ്ടും കോൺസ്റ്റന്റ്സ് ആണ്. ദാറ്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ്, അല്ലെ? കോൺസ്റ്റന്റ്സിനെ എല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു gm നെ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ ഓഫ് ഇൻഫിനിറ്റി ടു സ്മോൾ r 1 by r സ്ക്വയർ ഇൻറ്റു dr. ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രേഷന്റെ റൂൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇന്റഗ്രേഷന്റെ റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെ? ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇന്റഗ്രൽ ഓഫ് x റൈസ് ടു n dx is equal to നമുക്ക് എങ്ങനെ എഴുതാം? x റൈസ് ടു n plus 1 ഡിവൈഡഡ് ബൈ n plus 1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് x റൈസ് ടു n dx എന്ന് പറയുന്നത് എന്താണ്? x റൈസ് ടു n plus 1 ഡിവൈഡഡ് ബൈ n plus 1 ആണ്. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് വർക്ക് ഡൺ W ഈക്വൽ ടു gm, ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഇൻറ്റു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r 1 by r സ്ക്വയർ ആണ്. അപ്പൊ r സ്ക്വയർ ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പൊ അത് എന്തായി മാറും?
r raised to minus 2. r raised to minus 2 into dr. Okay. That's equal to gm into r raised to. ഇനി റൂൾ അപ്ലൈ ചെയ്യാം. എന്നിന് പകരം ഇവിടെ കിടക്കുന്നത് -2 ആണ്. അപ്പൊ -2 plus 1 divided by -2 plus 1. Okay. എന്നിന് പകരം -2 അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം ഇൻഫിനിറ്റി ടു സ്മോൾ ആർ. ഓക്കെ, ഇന്റഗ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അതിനെ എന്താക്കാം? സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒന്ന് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് gm into r raised to -2 plus 1, that is -1 divided by -2 plus 1 -1. Okay, infinity to small r. Okay, അപ്പൊ ഇതിനെ ഇനി എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ്സ് ഈക്വൽ ടു gm, മൈനസ് സൈന് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്, -1. അപ്പൊ ആ -1 ഇവിടെ കൊടുത്തു, മൈനസ് gm into r raised to -1, അത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോ 1/r അല്ലെ? r raised to -1 ഡിനോമിനേറ്ററിൽ വരുമ്പോ r ആയി മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെ 1/r എന്ന് എഴുതാം. -1നെ ഓൾറെഡി പുറത്തേക്ക് എടുത്തിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇൻഫിനിറ്റി ടു സ്മോൾ ആർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സ്മോൾ ആറിന് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സ്മോൾ ആർ തന്നെ 1/r. ഓക്കെ, that's equal to minus gm into small r. സ്മോൾ ആറിനെ ആദ്യം അപ്ലൈ ചെയ്തു, അപ്പൊ 1/r. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത ശേഷം ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു മൈനസ് സൈൻ ഇടണം. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1/∞. ഓക്കെ, അപ്പൊ ഇതാണ് 1/∞ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 0 അല്ലെ? 1/∞ 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? -gm ഡിവൈഡഡ് ബൈ r. ഓക്കെ, 1/∞ is equal to 0. അപ്പൊ സെക്കൻഡ് ടേം 0 ആയി പോയി. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരുന്നുണ്ട്? അപ്പൊ ഇനി എഴുതുമ്പോ ബാക്കി ഇനി എന്തേ ഉള്ളൂ? -gm ഡിവൈഡഡ് ബൈ r. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ W is equal to അല്ലെ? വർക്ക് ഡൺ W ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ r. ഓക്കെ, ദിസ് ഈസ് ദ വർക്ക് ഡൺ. ഓക്കെ, ഇതാണ് വർക്ക് ഡണിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആദ്യം നമ്മൾ എഴുതി. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസില് ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ബോഡിയെ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ പാത്ത് ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ സ്മോൾ സെക്ഷൻസ് ആൻഡ് ഈച്ച് ഓഫ് ലെങ്ത് ഇസ് ഈക്വൽ ടു dr അല്ലെ? ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത ഓരോന്നിന്റെ ലെങ്ത് dr ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ dr ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യിക്കണം. അതിനാവശ്യമായിട്ടുള്ള വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ dw. അപ്പൊ dw is equal to fdr എന്ന് എഴുതി അല്ലെ? സ്മോൾ വർക്ക് ഡൺ ചെയ്ത് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് dw എന്ന് പറയുന്നത് w ആണ്. w is equal to ഇന്റഗ്രൽ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഫോഴ്സ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് യൂണിറ്റ് മാസ്. എർത്തിനും യൂണിറ്റ് മാസിനും ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ G ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു സ്മോൾ എമ്മിന് പകരം 1 കൊടുത്തു, ഡിവൈഡഡ് ബൈ r² ഇൻറ്റു dr. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? gm കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു സ്മോൾ r 1/r² ഇൻറ്റു dr. ഓക്കെ, അപ്പൊ അത്ര എഴുതി. ഇനി ഇന്റഗ്രേഷന്റെ റൂൾ നമ്മൾ പഠിച്ചു. ആ ഇന്റഗ്രേഷൻ റൂൾ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/r². r² ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ r raised to -2. ഇനി ഇന്റഗ്രേഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കിട്ടിയത് r raised to -1 ഡിവൈഡഡ് ബൈ -1. ഓക്കെ, -1നെ നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്സൈഡിലേക്ക് എടുത്തു. അപ്പൊ -gm ആയി ഇൻറ്റു r raised to -1 എന്തായി? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നപ്പോ 1/r എന്നായി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം.
ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോ സെക്കൻഡ് ടൈം വന്നിരിക്കുന്ന 1/∞ ആണ്. 1/∞ ഈസ് ഈക്വൽ ടു 0. അപ്പോ -gm ഡിവൈഡഡ് ബൈ r. ഇതാണ് എന്തെന്ന് പറയാ, വർക്ക് ഡൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ r എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വർക്ക് ഡൺ ആണ് അല്ലെ, വർക്ക് ഡൺ ഓൺ യൂണിറ്റ് മാസ് to bring that mass to the point P or to bring that mass to the gravitational field. ആ വർക്ക് ഡൺ നമ്മൾ പറയുന്ന പേരാണ് എന്തോരം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, -gm ഡിവൈഡഡ് ബൈ r. നമുക്ക് പൊട്ടൻഷ്യലിനെ V എന്ന് റെപ്രസെന്റ് ചെയ്യാം. then gravitational potential capital V which is equal to -gm divided by small r എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം gm divided by small r എന്ന് പറയുന്നത് when r increases എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്തു. ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്യും തോറും gm by small r എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, gm by small r decreases. ഓക്കെ, when small r increases എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും എർത്തിൽ നിന്ന് അല്ലെ, എർത്തിന്റെ സെന്ററിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും r കൂടുന്തോറും gm by r ന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ -gm by r എന്ത് ചെയ്യും, -gm by r increases. ഓക്കെ, അപ്പൊ -gm by r എന്ന് പറയുന്നത് എന്താ ചെയ്യാ, ഇൻക്രീസ് ചെയ്യാണ്. gm by r ഡിക്രീസ് ചെയ്യാണ്. പോസിറ്റീവ് വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുമാണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ എന്ത് ചെയ്യാണ്, കൂടി കൂടി വരികയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് -2 എന്നെടുത്തു, -2 r-ന്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്. ഇനി r ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ -1 ആയി. പിന്നെ ഇൻക്രീസ് ചെയ്ത് എന്താ വരും, r-ന്റെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ r-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുകയെന്ന് വെച്ചോ. when r is equal to infinity, potential V is equal to നമുക്ക് എന്തെന്ന് എഴുതാം, gm divided by infinity, that is equal to 0. എന്ന് പറഞ്ഞാൽ gm by r ന്റെ വാല്യൂ, gm by r എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് എടുക്കാം. മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരും തോറും എന്തൊരു നെഗറ്റീവ് വാല്യൂ -gm by r ന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പറയാം when r is equal to infinity, potential V is equal to 0. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ മാക്സിമം എത്രയായിട്ട് പറയാം, പൊട്ടൻഷ്യൽ മാക്സിമം എന്ന് പറയുന്നത് ഏതാണ്, when r is equal to infinity. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഏത് പോയിന്റിലാണ്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മാക്സിമം വരിക. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 0. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, 0 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ പോയിന്റിൽ നിന്ന് അല്ലെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇക്വേഷൻ എന്താണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നോക്കുക. -gmm divided by r. ഓക്കെ, r വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, സ്മോൾ r-ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിന്റെ മാക്സിമം വാല്യൂ എവിടെയാണ്, ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് എല്ലാമാണ് ഇവിടെ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. ഓക്കെ, എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നുള്ള കേസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്നാൽ എന്താണ് എന്നുള്ള കേസാണ് ആദ്യം പഠിച്ചത്. It is the work done to bring a unit mass from infinity to a given point in the gravitational field. Okay. ഇനി നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വളരെ ഈസിയാണ്. നമ്മൾ ആ യൂണിറ്റ് മാസിനെ മാറ്റിയിട്ട് ഒരു m മാസ് ഉള്ള, സ്മോൾ m മാസ് ഉള്ള ഒരു ബോഡിയെ നമ്മൾ ആ പ്ലേസിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ്, യൂണിറ്റ് മാസിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, സ്മോൾ m മാസിനെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ അല്ലെ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. It is the work done to bring a given mass from infinity to a given point in the gravitational field.
ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ഗിവൺ മാസിനെ ഒരു പോയിന്റിലേക്ക്, ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ണിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ യു ആണ് അല്ലെ. യു ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു എന്തായിട്ടാ വരിക? അപ്പൊ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. മൈനസ് ജി ക്യാപിറ്റൽ എം. സെക്കൻഡ് മാസ് എന്തായിരുന്നു? യൂണിറ്റി ആയിരുന്നു. ആ യൂണിറ്റിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? സ്മോൾ എം കൊടുത്താൽ മതി. ഓക്കെ, യൂണിറ്റി മാറ്റി നമ്മൾ എന്ത് ചെയ്തു? സ്മോൾ എം മാസിനെ പ്ലേസ് ചെയ്തു. അപ്പൊ മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ഗിവൺ മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ സെക്കൻഡ് മാസ് എന്തായിരുന്നു? സ്മോൾ എം എന്ന് പറയുന്നത് യൂണിറ്റി ആയിട്ട് എടുത്തു. അപ്പൊ സ്മോൾ എം യൂണിറ്റി ആണെങ്കിൽ അതെന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം? യൂണിറ്റ് മാസിനെ എം മാസിനെ ബ്രിങ് ചെയ്യുന്ന കേസ് ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ. ഓക്കെ, അത് തമ്മിൽ ഉള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കാം. അതുപോലെ തന്നെ ഇന്റഗ്രേഷന്റെ ഈ റൂള് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അങ്ങോട്ട് ഇത് ആവശ്യമുള്ളതാണ്. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. Okay, I hope this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.